ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. നാം സന്തോഷത്തെക്കുറിച്ച് ചിന്തിച്ചു വരികയായിരുന്നുവല്ലോ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 29-ാം അധ്യായം 19-ാമത്തെ വാക്യപ്രകാരം നാം വായിക്കുന്നു: സൗമ്യതയുള്ളവർക്ക് യഹോവയിൽ സന്തോഷം വർദ്ധിക്കുകയും മനുഷ്യരിൽ സാധുക്കളായവർ ഇസ്രായേലിൻ്റെ പരിശുദ്ധനിൽ ആനന്ദിക്കുകയും ചെയ്യും. ഞാനൊരിക്കൽ ഇപ്രകാരം വായിക്കാനിടയായി. ഒരു ചെരുപ്പ് വ്യാപാരി, അദ്ദേഹത്തിന് 2 മക്കളുണ്ടായിരുന്നു. 2 ആൺമക്കൾ. ആ ചെരുപ്പ് വ്യാപാരി മരിക്കാറായപ്പോൾ മൂത്ത മകൻ്റെ പേരിൽ തൻ്റെ വ്യാപാരവും സ്വത്തുക്കളും മുഴുവൻ എഴുതി വെച്ചു. അനിയനൊന്നും കൊടുത്തില്ല. ഭാഗ്യവശാൽ ഈ അനുജൻ ഒരു പരിഭവം ഉണ്ടായില്ല, ഒരു പരാതിയും ഉണ്ടായില്ല. അത് സാധാരണ ഒന്നുമല്ല. കാരണം ഇന്ന് 1 ഇഞ്ച് സ്ഥലം കുറഞ്ഞാൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഭാഗോടമ്പടി ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ മാതാപിതാക്കളുടെ സ്വത്ത് അത് ഭാഗം വയ്ക്കുമ്പോൾ ഒരു ഇച്ചിരി കൂടിയോ കുറഞ്ഞോ പോയാൽ അവിടെ അടിയും വെട്ടും കുത്തും നടക്കുന്ന കാലഘട്ടമാണിത്. അതൊക്കെ ലജ്ജാകരമാണെന്ന് ഞാൻ പറയട്ടെ. ഞാൻ വേറൊരു സത്യം കൂടി പറയാം. ഞങ്ങൾ 3 ആൺമക്കളാണ് ഞങ്ങളുടെ മാതാപിതാക്കൾക്ക്. ഒരിക്കൽ ഞങ്ങളുടെ പിതാവ് രാവിലെ വീട്ടിലെ പ്രഭാത പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഞങ്ങൾ 3 പേരെ അരികിൽ വിളിച്ചിട്ട് 1 മിനിറ്റ് പോലും എടുത്തിട്ടില്ല ഞങ്ങൾക്ക് അപ്പൻ്റെ സ്വത്ത് തന്നത്. എങ്ങനെയാണെന്നോ, മൂത്ത മോൻ, ഞാൻ ഇളയതാണ്, എനിക്കൊരു മൂത്ത ചേട്ടനുണ്ട്, ഒരു തൊട്ട് മൂത്ത ചേട്ടനുമുണ്ട്. ഞങ്ങളുടെ പിതാവ് പറഞ്ഞു, മൂത്ത മോന് ഇത്, നടുവിലത്തെ മോനിത്, ഇളയ മോനിത്, നമുക്ക് പ്രാർത്ഥിക്കാം. ഇത്രയും പറഞ്ഞുള്ളൂ ഞങ്ങളുടെ പിതാവ്. ഞങ്ങളത് പൂർണ്ണ സന്തോഷത്തോടെ കേട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ച് പിരിഞ്ഞു. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കാര്യമാണ്. ഞങ്ങൾ പൂർണ്ണ സന്തോഷവാന്മാരാണ്. ഞങ്ങൾ പരസ്പരം സ്നേഹമുള്ളവരാണ്. ഒരിക്കൽ പോലും സ്വത്തിൻ്റെ കാര്യത്തിലോ മറ്റൊരു കാര്യത്തിലോ ഞങ്ങൾ തമ്മിൽ വഴക്കടിക്കാൻ ഇട വന്നിട്ടില്ല. ഞാൻ പറയുന്നത് അതെന്തുകൊണ്ടാണ്? യേശുവാണ് ഏറ്റവും വലിയ സ്വത്തെന്ന് ഞങ്ങളുടെ ഹൃദയത്തിൽ കർത്താവ് ഒരു ബോധ്യം തന്നിരുന്നു. യേശുവാണ് സ്വത്ത്. ഈ ഭൂമിയിലെ നശിച്ചു പോകുന്ന സ്വത്തല്ല സ്വത്ത്, യേശുവാണ് സ്വത്ത്. ഈ ഭൂമിയിലെ സ്വത്തിനു വേണ്ടി നാം തമ്മിലടിച്ചാൽ യേശുവാകുന്ന സ്വത്ത് നഷ്ടപ്പെട്ടു പോകും. യേശുവാകുന്ന സ്വത്ത് നഷ്ടപ്പെട്ടിട്ട് ഈ ഭൂമിയിലെ സ്വത്ത് കിട്ടിയിട്ട് എന്ത് കാര്യം? പ്രിയപ്പെട്ട സഹോദര, മാന്യ സഹോദരി, ഇന്ന് എത്രയോ സഹോദരിമാർ തങ്ങളുടെ സഹോദരന്മാർക്കെതിരായി കേസ് കൊടുക്കുന്നു. എനിക്ക് കിട്ടിയത് പോരാ. വിവാഹം കഴിച്ചു വിട്ടപ്പോൾ ആ സഹോദരിക്ക് ധാരാളം ആഭരണങ്ങളും സ്വത്തുമൊക്കെ കൊടുത്തു വിട്ടതാണ് വർഷങ്ങൾക്ക് മുമ്പ്. പക്ഷേ ഇപ്പോൾ ആൺമക്കൾ അപ്പൻ്റെ സ്വത്ത് ഭൂമി വീതം വെച്ചപ്പോൾ മകൾ അവകാശം പറഞ്ഞു വരുന്നു. സ്വന്തം ഭർത്താവിനെ പിരികേറ്റി ഭർത്താവിനെ സ്വാധീനപ്പെടുത്തി കേസ് കൊടുക്കുന്നു സ്വന്തം ബ്ലഡ് റിലേഷനുള്ള ആങ്ങളമാർക്കെതിരായി. എൻ്റെ പ്രിയരെ, എന്തുകൊണ്ടാണ് അങ്ങനെയെല്ലാം ചെയ്യുന്നത്? ഈ ഭൂമിയിലാണ് അവരുടെ ചിന്ത, ഈ ഭൂമിയിലാണ് അവരുടെ സ്വത്ത്. കർത്താവിന് സ്തോത്രം. എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മാതാവോ പിതാവോ സ്വത്ത് വിഭാഗിച്ചപ്പോൾ നിങ്ങൾക്ക് അല്പം കുറഞ്ഞു പോയോ? അത് സന്തോഷത്തോടെ സ്വീകരിച്ച് സന്തോഷമായി നിങ്ങൾ മുന്നോട്ട് പോകൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഈ ചെരുപ്പ് വ്യാപാരിയുടെ മക്കളിൽ അങ്ങനെ തന്നെ സംഭവിച്ചു. മൂത്ത മകൻ എല്ലാം കൊടുത്തു, ഇളയ മകൻ ഒന്നും കൊടുത്തില്ല. പക്ഷേ ഇളയ മകൻ ദുഃഖിച്ചില്ല. അവൻ്റെ മുഖത്ത് എപ്പോഴും സന്തോഷം, അവൻ്റെ മുഖത്ത് എപ്പോഴും ആനന്ദം. അങ്ങനെ ഒരിക്കൽ ആ നാട്ടിലുള്ള നാട്ടുകാരെല്ലാവരും ചേർന്ന് നമുക്ക് നമ്മുടെ നാട്ടിലൊരു മേയർ വേണം, ഒരു മേയറെ സെലക്ട് ചെയ്യണം. അപ്പോൾ അവർ പണക്കാരിലല്ല നോക്കിയത്, വലിയ സ്വത്തുള്ളവരിലല്ല നോക്കിയത്. നമ്മുടെ നാട്ടിൽ ഏറ്റവും സൽസ്വഭാവിയായി, ഒന്നിനും പരാതി പറയാതെ, ഒന്നിനും പരിഭവിക്കാതെ, വളരെ സന്തോഷത്തോടെ ശാന്തതയോടെ നടക്കുന്ന ആരുണ്ട്? അവർ ചിന്തിച്ചു. അവരവസാനം കണ്ടെത്തി ഈ ചെരുപ്പ് വ്യാപാരിയുടെ ഇളയ മകനെ. അങ്ങനെ അദ്ദേഹം ആ ദേശത്തെ ഒരു മേയറായി ഉന്നതനായി തീർന്നു. തൻ്റെ സഹോദരനേക്കാൾ ഉന്നതനായി തീർന്നുവെന്ന് ഞാനൊരു ബുക്കിൽ വായിക്കാനിടയായി. ഞാൻ പറഞ്ഞത്, നമ്മുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടെങ്കിൽ അത് മറ്റുള്ളവരെ സ്വാധീനിക്കും. തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തു തരുന്ന ചില സന്തോഷങ്ങളോ സമാധാനങ്ങളോ ഉണ്ടെങ്കിൽ അത് മനുഷ്യരെ സ്വാധീനിക്കും.
നമ്മുടെ പണമൊന്നും അല്ല പ്രിയരെ മറ്റുള്ളവരെ സ്വാധീനിക്കുന്നത്. കുറേ പണമുണ്ട്, പക്ഷേ പാവപ്പെട്ടവരെ തിരിഞ്ഞു നോക്കുകയില്ല. പണമുണ്ട്, സാധുക്കളെ കാണുമ്പോൾ പുച്ഛമാണ്. അങ്ങനെയുള്ളവരെയൊന്നും മനുഷ്യരും ആദരിക്കുകയില്ല, ദൈവവും ആദരിക്കുകയില്ല. ദൈവത്തിൻ്റെ വചനം പറയുന്നു, എളിയവരെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ, അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ താങ്ങും, ദീനത്തിൽ നീ അവൻ്റെ കിടക്കയെല്ലാം മാറ്റിവരിക്കും. പ്രിയ സഹോദരങ്ങളെ, മറ്റുള്ളവരുടെ ദുഃഖം കാണുമ്പോൾ നിങ്ങൾക്ക് ഉള്ളിൽ ഒരു ദുഃഖം ഫീൽ ചെയ്യുന്നുണ്ടോ? അതോ മറ്റുള്ളവരുടെ ദുഃഖം കാണുമ്പോൾ അത് അങ്ങനെയല്ല, ഇത് ഇച്ചിരി കൂടുതൽ അവന് വരേണ്ടതായിരുന്നു, അവൻ്റെ കയ്യിലിരിപ്പതാണ്, അവൻ അല്ലേലും അത് ലഭിക്കേണ്ടതായിരുന്നു എന്നുള്ള ഒരു കാഠിന്യമേറിയ മനോഭാവമാണോ നമുക്ക്? അതോ നാം ദുഃഖിക്കുന്നവരോടുകൂടെ ദുഃഖിക്കുന്നവരാണോ? ടു പെയിൻ വിത്ത് ദ പെയിൻ ഓഫ് ദ പെയിൻഡ്. ദുഃഖിക്കുന്നവരോടുകൂടി അവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്ന് ദുഃഖിക്കുക. കർത്താവിന് സ്തോത്രം. അതുപോലെ തന്നെയാണ് സന്തോഷവും, സന്തോഷിക്കുന്നവരോട് സന്തോഷിക്കുക. അത് ക്രിസ്തുവിൻ്റെ ഭാവമാണ്. നാം ഇവിടെ എന്താണ് വായിച്ചത്? സൗമ്യതയുള്ളവർക്ക് യഹോവയിൽ സന്തോഷം വർദ്ധിക്കും. മാത്രവുമല്ല, മനുഷ്യരിൽ സാധുക്കളായവർ ഇസ്രായേലിൻ്റെ പരിശുദ്ധനിൽ ആനന്ദിക്കും. കാരണം സാധുക്കളായവർക്ക് ആശ്രയിക്കാൻ വേറെ രാഷ്ട്രീയ പിൻബലമില്ല. സഭാതലത്തിലോ സാമൂഹിക തലത്തിലോ രാഷ്ട്രീയ തലത്തിലോ അവർക്ക് പ്രത്യേകിച്ച് ബന്ധങ്ങളോ അവരെ റെക്കമെൻഡ് ചെയ്യാൻ ആരുമില്ല. അവരുടെ ആശ്രയം ദൈവത്തിലാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ ഉറച്ചു നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാവും. ദൈവത്തിൻ്റെ വചനമുണ്ട്. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാനും തിരുവചനത്തിലുണ്ട്. കർത്താവിന് സ്തോത്രം. മനുഷ്യരിൽ ആശ്രയിക്കരുത്, ദൈവത്തിൽ ആശ്രയിക്കുക. ഇവിടെ എന്താണ് പറഞ്ഞത്? മനുഷ്യരിൽ സാധുക്കളായവർ ഇസ്രായേലിൻ്റെ പരിശുദ്ധനിൽ ആനന്ദിക്കും. ആർക്കാണ് ആനന്ദം കിട്ടുന്നത്? ഒരു സാധു ഹൃദയം, ഒരു എളിമയുള്ള ഹൃദയം. ഞാൻ വലിയവനാണെന്ന് ചിന്തിച്ച് അഹങ്കരിക്കുന്നൊരു ഹൃദയമല്ല. കർത്താവേ, അവിടുത്തെ കൃപയുണ്ടെങ്കിലേ എനിക്ക് ജീവിതമുള്ളൂ, അവിടുത്തെ കൃപയുണ്ടെങ്കിലേ വിജയമുള്ളൂ, അവിടുത്തെ കൃപയുണ്ടെങ്കിലേ ഞാൻ വളരുകയുള്ളൂ, ഉയരുകയുള്ളൂ, അവിടുത്തെ കൃപയില്ലെങ്കിൽ ഞാൻ ഒരു പൂജ്യമാണെന്ന് ചിന്തിച്ച് കർത്താവിൽ ആശ്രയിക്കുന്ന സാധുക്കളായ മനസ്സുള്ളവർ. ഞാൻ പറയുന്നത് പാവപ്പെട്ടവരെന്ന് മാത്രമല്ല ഇവിടെ സാധുക്കളെന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. പാവപ്പെട്ടവരെന്നല്ല, ഒരു എളിമയുള്ള ഹൃദയം. കർത്താവിന് ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധനെന്ന് നാമമുള്ളവനുമായ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ദൈവം പറയുകയാണ്, ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു. താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവിനയമുള്ളവരോടുകൂടിയും വസിക്കുന്നുവെന്ന് തിരുവചനമാണത്. എൻ്റെ പ്രിയരെ, നമുക്കൊരു എളിമ, ഒരു താഴ്മ, ഒന്നിലും പ്രശംസിക്കുക. സ്വന്തം കഴിവ് കർത്താവ് ദാനമാണ്. പ്രസംഗിക്കാൻ കഴിവുണ്ടോ? അത് കഴിവല്ല, കൃപയാണ്. കർത്താവിന് സ്തോത്രം. ഒരു കാര്യം ചെയ്യാൻ ബലമുണ്ടോ? അത് ബലമല്ല, ദയയാണെന്ന് കണ്ടെത്താനിടയാകുക. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു പാട്ടാണത്. കഴിവല്ല, നിൻ കൃപയാണ്, ബലമല്ല, നിൻ ദയയാണ്. ഞാൻ ആ പാട്ട് പാടി ഒത്തിരി ഇടയ്ക്ക് ഞാൻ കരയും. എന്തിനാണെന്നോ? ഞാൻ എൻ്റെ അവസ്ഥയെ ഓർത്തിട്ടാണ് കരയുന്നത്. എന്തിന്? കഴിവില്ലാത്ത എൻ്റെ മേൽ അവൻ തൻ്റെ കൃപ പകർന്നു ഓർത്ത്, ബലമില്ലാത്ത ബലഹീനായ എൻ്റെ മേൽ കർത്താവ് കൃപ പകർന്നല്ലോ എന്നോർത്ത് ഞാൻ സന്തോഷത്തോടെ സ്തുതിക്കുമ്പോൾ അറിയാതെ കരഞ്ഞു പോകും. കഴിവല്ല, നിൻ കൃപയാണ്, ബലമല്ല, നിൻ ദയയാണ്. കഴിവല്ല. ഇവിടെ യെശയ്യാ പ്രവചനത്തിലൂടെ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഹല്ലേലൂയ, സാധുക്കളായവർ ഇസ്രായേലിൻ്റെ പരിശുദ്ധനിൽ ആനന്ദം കണ്ടെത്തുന്നു. അവർക്ക് മറ്റൊന്നിനും ആശ്രയിക്കാനില്ല, സമ്പത്തിൽ ആശ്രയിക്കാനില്ല, ബന്ധുബലത്തിൽ ആശ്രയിക്കാനില്ല, ഈ ലോകത്തിലെ ധനസമൃദ്ധിയിൽ ആശ്രയിക്കാനില്ല. അവർക്ക് ആശ്രയിക്കാൻ ആകെപ്പാടെ ദൈവമേ ഉള്ളൂ. അങ്ങനെ മകനെ, പ്രിയ മകളെ, നീ ജീവനുള്ള ദൈവത്തിൽ ആശ്രയിച്ചാൽ നിന്റെ മേൽ സന്തോഷം വരും, നിന്റെ ദുഃഖങ്ങൾ മാറും, നിന്റെ നെടുവീർപ്പുകൾ മാറും. ഹല്ലേലൂയ. മാത്രമല്ല ഇവിടെ പറയുന്നു, സൗമ്യതയുള്ളവർക്ക് യഹോവയിൽ സന്തോഷം വർദ്ധിക്കും. സൗമ്യത, മീക്ക്നെസ്, സൗമ്യത, എളിമ. നമ്മുടെ ജീവിതത്തിൽ സൗമ്യതയുണ്ടോ? അതോ എല്ലാത്തിനും നാം കോപിക്കുകയും വഴക്കടിക്കുകയും അങ്ങനെ ഭിന്നതയുണ്ടാക്കുകയും ബഹളമുണ്ടാക്കുകയും ചെയ്യുന്നവരാണോ? നമ്മുടെ കൊച്ചു കുടുംബത്തിൽ, പ്രിയ സഹോദര, നിൻ്റെ ഭാര്യയുടെ അടുക്കൽ എപ്പോഴും ആ പാവപ്പെട്ട സാധുവായ പാവ സ്ത്രീയെ വിഷമിക്കുകയാണോ? അവളോട് ദേഷ്യപ്പെടുകയാണോ? കോപിക്കുകയാണോ?
അവളുടെ മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും കുറ്റം പറഞ്ഞ് അവളുടെ ഹൃദയത്തെ മുറിക്കുകയാണോ? ഇന്ന് ഹൃദയം മുറിഞ്ഞ അനേക സഹോദരിമാർ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. എന്തിന് സഹോദരിമാർ മാത്രമല്ല, അനേകം മനുഷ്യർ ഹൃദയം മുറിഞ്ഞാണ് ഇരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ ആരുടെയും ഹൃദയം മുറിക്കരുത്. കാരണം ഹൃദയത്തിൻ്റെ മുറിവ് വെട്ടുവാൻ ഭൂമിയിൽ മനുഷ്യർക്ക് കഴിയില്ല, ദൈവത്തിനേ കഴിയൂ. അതുകൊണ്ട് മുറിവ് വെട്ടാൻ കഴിയാത്ത മകനെ നീ മുറിക്കരുത്. സ്തോത്രം. സ്വന്തം ഭാര്യയുടെ ഹൃദയം മുറിക്കുന്നവർ, സ്വന്തം ഭർത്താവിൻ്റെ ഹൃദയം മുറിക്കുന്നവർ, എന്തിന് പെറ്റു വളർത്തിയ കുഞ്ഞുങ്ങളെ പ്രാഗി അവരെ ശപിച്ച് അവരെ ഹൃദയം മുറിക്കുന്നവർ. ഒരു മദ്യപാനിയായ യൗവനക്കാരൻ ഒരിക്കൽ എന്നോട് പറഞ്ഞു, സാറേ, ഞാൻ ഒരിക്കൽ അവൻ്റെ വീട്ടിൽ ഒരല്പം അദ്ദേഹത്തോട് സംസാരിക്കാനും പ്രാർത്ഥിക്കാനുമായി, മദ്യപാനത്തിന് അടിമയാണ് അദ്ദേഹം, എങ്കിലും ഒന്ന് സംസാരിച്ച് പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ അവനൊന്ന് മദ്യലഹരിയിലാണ്, പക്ഷേ അവന് ബുദ്ധിയൊക്കെ ഉണ്ട്, സുബോധമുണ്ട്. അവൻ എന്നോട് പറഞ്ഞു, സാറേ, ഇന്നും എൻ്റെ അമ്മ എന്നെ പ്രാഗി സാറേ. അതെപ്പോഴാണ് പറഞ്ഞതെന്നറിയാമോ? അവൻ മദ്യപിച്ചിരുന്നപ്പോൾ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, മോനെ, സാരമില്ല, നിനക്ക് ദൈവം ജയം തരും, ദൈവം നിന്നെ സഹായിക്കും, ഈ മദ്യപാനത്തിൻ്റെ ഊരാക്കുടുക്കിൽ നിന്ന് ദൈവം നിന്നെ രക്ഷിക്കും. പ്രതീക്ഷയുടെ വാക്കുകൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, സാറ് മാത്രമാണ് എന്നോടൊരു നല്ല വാക്ക് പറഞ്ഞുള്ളൂ. ഇന്ന് അല്പം മുമ്പ് എൻ്റെ അമ്മ, എന്നെ പെറ്റ അമ്മ പറഞ്ഞു, നീ ഒരിക്കലും ഗുണം പിടിക്കുകയില്ലെന്ന്. ആ യൗവനക്കാരൻ കരഞ്ഞത് ഞാൻ കണ്ടു. അതിനുശേഷം ഞാൻ അദ്ദേഹത്തോട് ഒരുമിച്ച് ഒരു സ്ഥലത്ത്, അതവിടെ മരുന്നൊന്നും കൊടുത്ത് ഡി അഡിക്ഷൻ ചെയ്യുന്ന ഒരു സ്ഥലമല്ല, ഏതാനും ദൈവമക്കൾ അവരോട് ചേർന്നിരുന്ന അവരുടെ ബലഹീനതയിൽ സഹതാപം കാണിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടി ചില പ്രബോധനങ്ങൾ കൊടുക്കുകയും സ്നേഹിക്കുകയും ചെയ്ത്, അങ്ങനെ മദ്യപാനത്തിന് വിടുതൽ കിട്ടിയ അനേകർ താമസിക്കുന്ന ഒരു സ്ഥലത്ത് ഞാനും അവനോടൊപ്പം പോയി. എൻ്റെ പ്രിയർ, ഏതാനും നാളുകൾ, മാസങ്ങൾ അവൻ മദ്യപിക്കാതിരുന്നതായിട്ട് എനിക്ക് അറിയാം. ദൈവത്തിൻ്റെ സ്തോത്രം. ഞാൻ ഓർത്തു, ആ അമ്മ ആ മകനോട് സ്നേഹമായിട്ടൊന്ന് പറഞ്ഞെങ്കിൽ ഒരുപക്ഷെ അവന് മദ്യപാനം പോലും മാറും. മോനെ, സാരമില്ല എന്ന്, ഇനി നീ അങ്ങ് നിർത്ത്, ഇനി ആ മദ്യപാനത്തിൽ യാത്ര പറയും, മോനെ, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അങ്ങനെ ആ അമ്മ പറഞ്ഞെങ്കിൽ ആ മകൻ്റെ ഹൃദയം മുറിയുമായിരുന്നോ? മുറിയുകയില്ല. നാം സൗമ്യതയുള്ളവരാകുക. നമ്മുടെ കർത്താവിൻ്റെ സ്വഭാവം അതായിരുന്നു, സൗമ്യതയായിരുന്നു. പുറമെ അഭിനയിക്കുന്ന സൗമ്യതയെക്കുറിച്ചല്ല പറയുന്നത്. ആന്തരികമായി ഞാൻ ഏതുമില്ല എന്നും ദൈവത്തിൻ്റെ കൃപയില്ലെങ്കിൽ ഞാൻ ഒന്നുമില്ല എന്നും കണ്ടെത്തിയാൽ സൗമ്യത വരും. അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണുമ്പോൾ വിധിക്കും. ഒരു മദ്യപാനി വഴിയരികിൽ മദ്യവെച്ച് വൊമിറ്റ് ചെയ്ത് കിടക്കുമ്പോൾ അവൻ്റെ അഹങ്കാരമാണ്, അവൻ അങ്ങനെ വേണമെന്ന് ചിന്തിക്കുന്നത് എന്തുകൊണ്ടെന്നറിയാം? നമുക്ക് സൗമ്യത ഇല്ലാത്തതുകൊണ്ടാണ്, എളിമയില്ലാത്തതുകൊണ്ട്. നാം ചിന്തിക്കുന്നു, കർത്താവേ, ഞാൻ അവനെപ്പോലെ കിടക്കേണ്ടവനായിരുന്നു, എന്നാൽ എന്നെ അവിടുന്ന് വിളിച്ചതുകൊണ്ട് കർത്താവേ, ഞാൻ അങ്ങനെ ആകാതിരുന്നു. അത് അവിടുത്തെ കൃപയാണ്. ഹല്ലേലൂയ. മാത്രമല്ല, ആ കിടക്കുന്ന വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവനെ അങ്ങ് സ്നേഹിക്കുന്നല്ലോ, ആ മനുഷ്യൻ രക്ഷപ്പെടാൻ അങ്ങ് ആഗ്രഹിക്കുന്നുവല്ലോ. എൻ്റെ പ്രിയരെ, ഇങ്ങനെ ഓരോരുത്തരും, ഭൂമിയിലുള്ള ഓരോരുത്തരും ചിന്തിച്ചാൽ ഈ ലോകം രക്ഷപ്പെടുകയില്ലേ? അല്ല, ഞാൻ രക്ഷിക്കപ്പെട്ടവരോട് പറയട്ടെ, നിങ്ങൾ ഓരോരുത്തരും അങ്ങനെ ചിന്തിച്ചാൽ ഈ ലോകത്തിലെ 850 കോടി ജനങ്ങളിൽ രക്ഷപ്പെടാൻ ഇടയാകുകയില്ലേ? ഇടയാകും. നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഇവിടെ എന്തു പറയുന്നു? സൗമ്യതയുള്ളവർക്ക് യഹോവയിൽ സന്തോഷം വർദ്ധിക്കും. ഉണ്ടാകുമെന്നല്ല, ഉള്ള സന്തോഷം വർദ്ധിക്കും. മാത്രവുമല്ല, മനുഷ്യരിൽ സാധുക്കളായവർ ഇസ്രായേലിൻ്റെ പരിശുദ്ധത്തിൽ ആനന്ദിക്കും. ഇതൊരു പ്രവചന ദൂതാണ്. യെശയ്യാ പ്രവചനയിലൂടെ ജീവനുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞൊരു പ്രവചന ദൂതാണ്. നമ്മുടെ ജീവിതത്തിൽ സൗമ്യതയുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ഒരു എളിമയുണ്ടെങ്കിൽ, ഒരു താഴ്മയുണ്ടെങ്കിൽ, ദൈവം നമ്മളെ സന്തോഷം കൊണ്ട് നിറയ്ക്കും. നിങ്ങൾക്ക് സന്തോഷം വേണമോ? അഥവാ സന്തോഷം അറ്റുപോയവരാണോ നിങ്ങൾ? കുടുംബജീവിതത്തിൽ മാതാപിതാക്കൾ തമ്മിൽ സന്തോഷമില്ലാത്തവർ, കണ്ടാൽ ചിരിക്കുപോലും ഇല്ലാത്തവർ, നാം ആരോടും ദേഷ്യം വെച്ചുകൊണ്ടിരിക്കരുത്, ആരോടും വഴക്ക് വെച്ചുകൊണ്ടിരിക്കരുത്. ഉള്ളതെല്ലാം ക്ഷമിച്ച് നാം എളിമയുള്ളവരായാൽ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം വരും. മാന്യ സഹോദര, നീ എളിമയോടെ നിൻ്റെ സഹോദരനോട് ക്ഷമിച്ചാൽ നിനക്ക് സന്തോഷം കിട്ടും. മാന്യ യുവതി, മാന്യ പ്രിയപ്പെട്ട മാതാവേ, അമ്മാവമ്മ, മരുമകൾ, പരസ്പര സ്നേഹബന്ധം, ആ സ്നേഹബന്ധം വളർത്തി പരസ്പരം ക്ഷമിച്ച എളിമയുള്ളവരായാൽ നിങ്ങളുടെ മധ്യത്തിൽ സന്തോഷമുണ്ടാകും. ഈ സന്തോഷം തരുന്ന ക്രിസ്തു സൗമ്യതയുള്ളവനായിരുന്നു. ആ ക്രിസ്തുവിൻ്റെ ഭാവം നമ്മിൽ വന്നാൽ നമുക്ക് സന്തോഷം ലഭിക്കും. നമ്മുടെ സന്തോഷം വർദ്ധിക്കാനിടയാകും. അതിനിടയാകട്ടെ. കർത്താവ് നിങ്ങളേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയ സഹോദരീ സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടോ? നിങ്ങൾക്ക് ആത്മീയമായി ഏതെങ്കിലും ഒരു സപ്പോർട്ട് കിട്ടേണ്ടതായ ഏതെങ്കിലും സാഹചര്യങ്ങളുണ്ടോ? തീർച്ചയായും താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക.
നിങ്ങളുമായി സംസാരിക്കാൻ സമയം കണ്ടെത്താം. കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാനും പ്രാർത്ഥിപ്പാനും കർത്താവ് അവസരം തരും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ.